ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി എന്നൊക്കെ പറയാം. വർക്കിംഗ് വിമൻസിനും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേയായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കറിക്കായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിത് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വഴുതനയ്ക്ക് പകരം കത്തിരിക്ക എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴുതനയും സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കറി വെക്കാനായിട്ട് ഇതാ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കടുക് ഇടാം. പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാളയും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വാടി വന്നതിന് ശേഷം മാത്രം നമുക്ക് അരിഞ്ഞു വെച്ച ആ വഴുതനങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് കായത്തിന്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഈ കറിയിൽ. ഈ കായത്തിന്റെ പൊടിയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ തന്നെ കാരണം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് പണികളാണ് ഇനി ചെയ്യാനുള്ളത്. ഇതിലോട്ട് ഇത്തിരി പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇത്രയും പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇപ്പം ഞാൻ പുളി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പം ഈ കറി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുളി കുറച്ചുണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിൽ ഒരുപാട് പുളി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചേർക്കാനുള്ളത് കായത്തിന്റെ പൊടിയാണ്. ലാസ്റ്റ് കൂടെ കുറച്ച് കായത്തിന്റെ പൊടി ചേർക്കണം. അപ്പൊ ആദ്യം നമ്മൾ മസാലയുടെ കൂടെ ചേർത്തു, അത് കൂടാതെ അവസാനം കൂടെ കുറച്ച് കായത്തിന്റെ പൊടി ചേർക്കണം. അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് തിളച്ച് ഓഫ് ചെയ്യാൻ നേരത്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കൊണ്ടുള്ള ഈ സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് അറിയിക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്